വിവാദങ്ങൾക്ക് വെടിമരുന്നിട്ടുകൊണ്ടൊരു വലിയ പ്രഭാഷണം അവസാനിച്ചിരിക്കുകയാണ്. ഒരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. ഈ സംവാദത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കടന്നു വരണം. അതിനെ എല്ലാവരും അംഗീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു നല്ല ആരോഗ്യപരമായൊരു നിർദ്ദേശം തന്നെയായിരുന്നു. ത്രിതല ഭരണ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ മുഴുവൻ വനിതാ പ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെ അവതരിപ്പിച്ചു. ക്യൂൻ വിക്ടോറിയയെ വിട്ടുപോയി കേട്ടോ, മറന്നു പോകരുതായിരുന്നു. അതുപോലെ തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടാത്ത തുറത്തെടുത്തുകൊണ്ട് നടന്ന നമ്പൂതിരിമാർ മാറുമറയ്ക്കുന്നതിന് നടത്തിയ യുദ്ധത്തെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ നസ്രാണിമാരുടെ ഒരു വസ്ത്ര രീതി ആയിരുന്നില്ല അത് കേട്ടോ. നസ്രാണിമാർക്ക് പ്രത്യേകമായ ഒരു ആചാരമര്യാദകളും വസ്ത്ര സംവിധാനങ്ങളും ഉള്ളതായിട്ടാണ് ചരിത്രം എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. നമുക്ക് മഠങ്ങൾ വളരെ കുറവാണ്. കന്യാസ്ത്രീകൾ ആ ചോദ്യം തിരിഞ്ഞു കുത്തും കേട്ടോ. ചിലപ്പോൾ എത്ര പേരെ കന്യാസ്ത്രീമാരാക്കുന്നു എന്നൊരു ചോദ്യത്തിലേക്ക് അത് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ ഹോളിൽ കയറിയത് മുതൽ ഡയാന രാജകുമാരിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ തന്റെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആ പേര് വെളിപ്പെടുത്തിയത് വളരെയധികം സന്തോഷമുണ്ട്. അടുത്തത് മിസ്റ്റർ അഡ്വക്കേറ്റ് കോശി വലിയൻ. തിരുവേനി വലിയ വൈദ്യശ്രേഷ്ഠരെ, വേദ്യഘോഷരായിരിക്കുന്ന വിശിഷ്ടാദികളെ, കർത്താൽപ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യാനികൾക്ക് വന്ദനം. എനിക്ക് മുമ്പ് പ്രസംഗിച്ച എൻ്റെ മാന്യ സുഹൃത്ത് സബ്ജക്റ്റുകളിൽ നിന്ന് മാറിപ്പോയി. കാരണം അദ്ദേഹത്തിന് അതിനകത്തൊന്നും പറയാനില്ല. അതിന് ആഗോള തലത്തിൽ ഏതാണ്ട് കുറേ ആൾക്കാരുടെ പേരുകൾ അങ്ങോട്ട് പറഞ്ഞു. അവിടെ നിന്ന് അതോടൊപ്പം തന്നെ ചേർത്ത് വേറെ ഒരു വ്യക്തികളുടെ പേരൂടെ പറയേണ്ട ഒരു അവസ്ഥാവിശേഷം അദ്ദേഹം സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. അതിന് ആ പറഞ്ഞ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. കാരണം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ മലങ്കര സഭയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. അതിനെ സംബന്ധിച്ചോളം സംസാരിക്കുമ്പോൾ സഭയിൽ സബ്ജക്റ്റുകളിൽ നിന്നോട് സംസാരിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടണം. ആദ്യം ആമുഖമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യുവനപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി പറയുകയുണ്ടായി, പൗലോസ്ലിഹായുടെ ഏതാനും ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തുന്നു എന്നുള്ളത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. നമ്മളൊക്കെയും പറയാറുണ്ട് പ്രൊട്ടസ്റ്റന്റുകാരെ വേദപുസ്തകത്തെ അവിടെ ഇവിടെയും ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ല മലങ്കര സഭയുടെ ചരിത്രവും ചിന്താഗതിയും വിശ്വാസവും എന്ന് പറയുന്നത്. അതിനകത്ത് മുഴുവൻ വാക്യങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തതയോടെ അത് പറയുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ബഹുമാനിയായ ലീന സൂചിപ്പിക്കുകയുണ്ടായി, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക എന്നുള്ളത്. ആരും ഇവിടെ പറയുന്നില്ല സ്ത്രീകൾ ആരും മാറി നിൽക്കണമെന്ന് മലങ്കര സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുന്നത് മലങ്കര സഭയിലെ സ്ത്രീകളുടെ ആ അല്ലെങ്കിൽ പ്രകാശത്തോടുകൂടിയുള്ള നേതൃത്വ പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളും ഇവിടെ ഇരിക്കുന്നത്. ആ സ്ത്രീകൾ ഒരു സ്ത്രീകളും മാറി നിൽക്കണമെന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീകളും സഭയുടെ രംഗത്ത് ഇല്ല എന്ന് ഒരു സഭയും അല്ലെങ്കിൽ ഒരു ആൾക്കാരും പറയുന്നില്ല. മാതാവ്, സ്ത്രീ എന്ന് പറയുന്ന മാതാവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ദേവിയാണ്. അതോടൊപ്പം തന്നെ വേറെ വിശേഷം കൂടെ കൊടുക്കുന്നുണ്ട്. ആ മാതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആവശ്യകത. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളൊക്കെയും ഇവിടെ ഇരിക്കുന്നത്. വൈകുന്നേരത്തെ പ്രാർത്ഥനായാമങ്ങളൊക്കെയും ഒരുപക്ഷെ പുരുഷനും അധ്വാനിച്ചിട്ട് തിരിച്ചു വരുന്നിടം വരെയും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നിടം വരെയും മാതാവ് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മക്കളെല്ലാം നേരെ ആയി നിൽക്കുന്നത്. എന്നാൽ വരുന്ന തലമുറയെക്കുറിച്ച് ആധുനിക കാലത്തിന്റെ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് വിപ്ലവത്തെക്കുറിച്ചൊക്കെയും പറയുന്നിട്ടുണ്ട്. ഇന്നത്തെ സ്ത്രീകൾ മുഴുവൻ രംഗത്തോട്ട് വരണമെന്ന് പറയുമ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളൊക്കെ സ്വയമായിട്ട് ചിന്തിച്ചു നോക്കുക, നമ്മുടെയൊക്കെ മക്കൾക്ക് എന്ത് ഉപദേശം അല്ലെങ്കിൽ അവരുടെ സമയം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രകാശം കൊടുക്കുക എന്നുള്ളത് ആ നേതൃത്വ രംഗത്ത് നിന്നോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനങ്ങളിലും അവർക്ക് നേതൃത്വമുണ്ട്. ഒരു വീട്ടിലാണെങ്കിൽ ആ നേതൃത്വം എന്ന് പറയുന്നത് അവർക്ക് മുഖ്യമായിട്ട് തന്നെ ഉണ്ട്. പുരുഷനല്ല അവിടെ. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുന്നുണ്ട്, വളരെ വ്യക്തതയോടുകൂടി അത് പറയുന്നുണ്ട് സ്ത്രീ എന്തായിരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. ഒരു അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിനകത്ത് പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. പുരുഷൻ ഒരു അധ്യക്ഷ സ്ഥാനത്തോട്ട് വരുന്ന പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതിനകത്ത് പറയുന്നത്, അല്ല സ്ത്രീയെക്കുറിച്ച് അതിനകത്ത് പറയുന്നില്ല. വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഒരു പുരുഷൻ എന്തായിരിക്കണം എന്നുള്ളത്. സ്ത്രീ എന്ത് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ആധുനിക കാലത്ത് 1960 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ സ്ത്രീകളെല്ലാം കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു വിപ്ലവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ അതിനകത്ത് പുരുഷന്മാരുണ്ട്. അതോടൊപ്പം തന്നെ കുറെ സ്ത്രീകളും അതിനകത്തോട്ട് വന്നിട്ട് ഈ ഒരു പക്ഷേ അവർ ചെയ്യുന്നത് ഈ സ്ത്രീകളുടെ ആ ഒരു മാന്യത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ സ്ത്രീകളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയല്ല. ബഹുമാന്യനായ മേരിദാസ് പറയുണ്ടായി, ഈ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് സ്ത്രീക്കും പുരുഷനും സമത്വമാണെന്ന്. എന്തിനു വേണ്ടി പിന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവരുന്നു?
എന്നാൽ ആ ഭരണഘടനയ്ക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പുരുഷനും സ്ത്രീയും ഒന്നു തന്നെയാണെന്ന്. എന്തിനു വേണ്ടി ഒരു പ്രത്യേക, കാരണം ഇവരെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരുന്നു അല്ല, ഇവരെ അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് വേണ്ട പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഈ പുരുഷന്മാരും അല്ലെങ്കിൽ ഇതിനുവേണ്ടി അനുകൂലിക്കുന്ന പുരുഷന്മാരും അതോടൊപ്പം ഇതിന് മുഖ്യധാരയായ സ്ത്രീകളും നിങ്ങളെ അവഹേളിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഒരു പൈശാചിക പ്രവർത്തനങ്ങൾ ലാഭപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ 37 ആദ്യം തന്നെ പിശാച് വന്നിട്ട് സ്ത്രീയോടാണ് പറഞ്ഞത്, നീ ഈ ഫലം കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകുമെന്നുള്ളത്. ആ പൈശാച ശക്തി അവർ ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചത് ഈ പുരുഷന്മാർ അല്ലെങ്കിൽ ഒരു പിശാചാണ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ആധുനിക കാലത്ത് ഫെമിനിസം പറഞ്ഞുകൊണ്ട് ഈ പുരുഷന്മാരും അതോടൊപ്പം തന്നെ കുറെ സ്ത്രീകളും ചേർന്നുകൊണ്ട് സത്യത്തിൽ നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ മാന്യത കളയുന്നതിന് വേണ്ടിയാണ് മുഖത്തോട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് മലങ്കര സഭയിലെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും എല്ലാ വേദികളിലും എല്ലാ പ്രാതിനിധ്യം കൊടുക്കൊണ്ട് അവിടെയായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. അനാവശ്യമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു അനാവശ്യമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് സ്ത്രീ മോശമാണ് എന്ന് ചിന്തിക്കുന്നതിന് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. സ്ത്രീയെ കുറിച്ച് അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീ അമ്മയാണ് ദേവിയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. കലാകാരി സ്ത്രീയെ കുറിച്ച് സദൃശവാക്കിനകത്ത് പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചേക്കാം. പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാ ചോർച്ചയും കലാകാരിയ സ്ത്രീ ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു, അവന്റെ വലങ്കൈ കൊണ്ട് എണ്ണയെ പിടിക്കുവാൻ നോക്കുന്നു. പ്രിയ സഹോദരിമാരെ, ഈ പറയുന്നവർ നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളെ ഒരു കലാകാരി ആയിക്കൊണ്ട് സമൂഹത്തിൽ നിങ്ങളുടെ മാന്യത എങ്ങനെ ഇടിച്ചമർത്താം എന്നുള്ള ഒരൊറ്റ ചിന്താവോടുകൂടിയാണ് ഇതിനുവേണ്ടി വരുന്നത്, അല്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് സ്ത്രീ ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ആൻ്റെ പറയുണ്ടായി ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ട് മാത്രമേ അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളൂ. അതിൻ്റെ 62 കൊല്ലത്തെ സ്വാതന്ത്ര്യത്തിനകത്ത് ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ മാത്രമേ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട്? പുരുഷന്മാർ ഭരിക്കാൻ ഇല്ലാണ്ടാവും, അത് സ്ത്രീ മാത്രം ഉണ്ടായിരുന്നുണ്ട്. കാരണം ചിന്താഗതി എന്ന് പറയുന്നത് നമുക്കറിയാം, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രമായിട്ട് തെളിയിച്ചിട്ടുള്ളത് പുരുഷന്റെ തലച്ചോറും സ്ത്രീയുടെ തലച്ചോറും രണ്ട് കാഴ്ചപ്പാടുകളാണ് അവർ കാണുന്നത്. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പുരുഷൻ ചിന്തിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ചിന്തിക്കാനുള്ള കഴിവ് സ്ത്രീക്കില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിന്നുകൊണ്ട് അവരെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധ്യമാവുള്ളൂ. എന്നാൽ സമൂഹത്തെ മൊത്തമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ വിപ്ലവകരമായിട്ടുള്ള വനിതകളെ കുറിച്ചൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചരിത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ കർത്തധ്യായങ്ങൾ അതിനകത്ത് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നതെന്ന് അവകാശപ്പെടുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളായിട്ടുള്ള 4 പേർ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾ അടങ്ങുള്ളൂ എന്ന് അവർ പറയാൻ നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളെ മോശമായി ചിന്തിക്കാൻ വേണ്ടിയാണെന്നുള്ള എൻ്റെ സഹോദരിമാർ വിനീതമായിട്ട് ചിന്തിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് മലങ്കര സഭയിൽ എന്നും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് ആരും അവഹേളിച്ചിട്ടില്ല. ഇവിടെ തന്നെ 2 സ്ഥാനത്തിന് വേണ്ടി ഇവിടുത്തെ ഭരണഘടന ഭേദഗതി ചെയ്തു. എന്നിട്ടും ഇവിടുത്തെ സ്ത്രീകൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, കാഴ്ചപ്പാടുള്ള സ്ത്രീകളാണ്, ഈ സഭയെ ബഹുമാനിക്കുന്നവരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീയും പുരുഷനും ഭരണഘടനാനുസൃതമായിട്ട് ഒന്നാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഭരണഘടനയിൽ പറയുന്ന വകുപ്പ് അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. സ്ത്രീകളെ അനാവശ്യ സ്ഥാനത്ത് ഇരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നു എന്നൊരു വാക്ക് വായിൽ നിന്ന് വന്നത് ശരിയായോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ട്. അനാവശ്യമല്ല, അങ്ങനെ ടങ് സ്ലിപ്പാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ത്രീപക്ഷ ചിന്തകൾ ഏകമാണ് എന്ന് പറഞ്ഞു വച്ചു എങ്കിലും അത് ഏറെക്കുറെ സ്ത്രീ വിരുദ്ധമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത് കേട്ടോ. അത് പൊതുവെ അതെ 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 ഓക്കെ. ഇനിയിപ്പോ ഓഡിയൻസിലേക്കുള്ള ഒരു വരവാണ്. അതിനുശേഷം ലീഡേഴ്സിനുള്ള അവസരം ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായം പറയാനുള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന കണക്കിന് മുമ്പോട്ട് വരണം. വന്ന് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അഭിപ്രായം പറയുന്നതിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. 1 മിനിറ്റ് അല്ല, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മൈക്കിങ് തിരിച്ചു കിട്ടത്തില്ല. അതിവിടെ ഇനി വരേണ്ടത്. I would like to ask one question to everyone sitting here. Who are we? We are the Christians. What is the meaning of the word Christian? One who follows Christ. Are we really following Christ when we are talking on the subject, the role of women in Malankara Sabha? That is the point for you to think. Let me take you to 2000 years before, when Jesus Christ, the Son of the living God, was on this earth. My first point, what was the social status of women during the time of Christ? And what was the attitude and approach of Jesus Christ towards women at that time? And coming to my first point, the social status of women during the time of Christ. According
Jewish historian Flavius Joseph, he stated that the women were treated much inferior to men. They could not go out in public nor speak to strangers. They were not allowed to bear any kind of legal witness. Jewish rabbis were unable to speak or teach to women. More than that, in the morning prayer, a Jewish man recited, "Thank God that I am born not as a woman nor as a Gentile." Now see, at the time of Jesus Christ, women were treated, the social status of women were worse than slaves, or we can say that they were treated worse than Gentiles. But what was the attitude and approach of Jesus Christ? Jesus, who born in the Jewish tradition, treated women just as men. My darlings, you clap the hand for this point. Should not keep quiet. With Jesus Christ, the Son of the living God, treated women. No. I don't know whether they understand the point. Jesus Christ treated women just as men. Just go to no, you should not. Please. എല്ലാവർക്കും പറയാൻ ലാലിമാടത്തിന്റെ വികാരം ഞാൻ മാനിക്കുന്നു. These people are making a show off. You people are making a show off. Keep quiet. You should listen. He accepted. Jesus accepted women in his inner circle. Go and read St. Luke chapter 8, verse 5. There were a number of women disciples at the time of Christ. Thank you, madam. ഓഡിയൻസ് ഇവിടെ വെള്ളമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാനത്ത് എഴുതിയിട്ട് സംസാരിച്ചാൽ മതിയാവും. നോട്ട് അലോവിംഗ് അല്ല, ഇത്രയും ഒരു ക്ഷമയോടെ കേട്ടിരുന്നത്. ഓഡിയൻസ് അവിടെ തന്നെ നിന്നാൽ മതിയാവും. തീർച്ചയായിട്ടും ഓഡിയൻസ് അവിടെ തന്നെ ഇരുന്നാൽ മതി. മൈക്ക് തരാം. മൈക്ക് അവിടെ തന്നെ 2 മിനിറ്റ്. അഭിവന്യ പിതാവ്, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവകാംഗങ്ങളെ, വളരെ ശക്തമായ രീതിയിൽ രണ്ട് ഭാഗത്തു നിന്നും വളരെ വ്യക്തമായ രീതിയിൽ സ്ത്രീപക്ഷത്തിനും അതിന് വിപരീതമായും സംസാരിക്കുകയുണ്ടായി. അതിനകത്തൊരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ ചിന്തിച്ചതും സംസാരിച്ചതും ഏത് രീതിയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം നമ്മൾ ചോദിച്ചിരിക്കുന്നത് മലങ്കര സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നുള്ളതാണ്. ഒരു കാര്യം എൻ്റെ ഈ ചെറുപ്പകാലം ഞാൻ വർഷങ്ങളായിട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരിടത്തും കണ്ടിട്ടില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ ഒരു രാഷ്ട്രീയ നേതാക്കളുടെയോ അല്ലെങ്കിൽ വലിയ ഒരു ഉദ്യോഗസ്ഥരുടെയോ ഒരു മകളെ സഭയ്ക്ക് ഒരു ബിഷപ്പായിട്ടോ ഒരു നല്ല പുരോഹിതനായിട്ടോ വിഭാവനം ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ഏത് പിതാക്കന്മാരുടെയും വിശുദ്ധരായിട്ട് നമുക്കുണ്ടായിരുന്ന പരിമല തിരുമേനിയോ അല്ലെങ്കിൽ പാമ്പാടി തിരുമേനിയോ വട്ടശ്ശേരി തിരുമേനിയോ അവരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വളരെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുകയും കുടുംബത്തിൽ പ്രാർത്ഥനയും മക്കളെ ദൈവ വഴിയിൽ കൂടി വളർത്തുകയും ചെയ്ത മാതാക്കളായിരുന്നു അവരെന്നുള്ളത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് മലങ്കര സഭയിൽ എന്താണ് സ്ത്രീകൾ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് നല്ല നല്ല പിതാക്കന്മാരെയും നല്ല അച്ഛന്മാരെയും നമുക്ക് വേണം. അത് സംഭാവന ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചോ? ഇല്ല. ഇത്രയധികമായി സംസാരിച്ചിട്ടും ഇപ്പോൾ ഒരു സഹോദരി വന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ സെക്രട്ടറി എങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞിട്ടോ ആര് പറഞ്ഞിട്ടോ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ എന്തിനു കൊടുക്കണം? നമ്മുടെ മലങ്കര സഭയിൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടി നല്ല പിതാക്കന്മാരെയും നല്ല അച്ഛന്മാരെയും. അതുപോലെ ഞാൻ പറയാം, എൻ്റെ മദറിലൂടെ അനിയത്തി സിസ്റ്ററാണ്, സിസ്റ്റർ ദീന. അവർ കിഴക്കമ്പലം ദേറായിലെ മദർ സുപ്പീരിയറാണ്. അവർക്ക് സ്ഥാപനങ്ങളുണ്ട്, അവിടെ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാം അവരെ മാന്യമായ രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ കാര്യമാണ്. അതൊക്കെ അവർക്ക് സാധിക്കും. അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ മാന്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ഇഷ്ടംപോലെ ഭൂസ്വത്തുമുണ്ട് ഇതിന്. അഭിമന്യ തിരുമേനിയെ കുറിച്ച് അറിയാമായിരിക്കും. ഇന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മാതാപിതാക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഭയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നല്ലൊരു അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിഷപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്ററായിട്ടോ വളർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ആ രീതിയിൽ ദൈവഭയത്തിൽ വളർത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ഈ പറഞ്ഞ അതിനകത്ത് ഒരു 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 നിർദ്ദേശം കൂടി ഞാൻ വെച്ചുകൊള്ളട്ടെ. ഈ ഓർഡിനേഷൻ എന്നുള്ളത് സഭയുടെ ഈ എപ്പിസ്കോപ്പസിയുടെ ഒരു ഭാഗമാണ്. അത് ഇതിനകത്തോട്ട് അധികം വലിച്ചടക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം അതെ, അത് ആവേശത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാകുന്നു. കാരണം അതൊരു സ്ത്രീവിരുദ്ധ ചിന്തയല്ല, അതുകൊണ്ടാണ്. അതൊരിക്കലും ഒരു സ്ത്രീവിരുദ്ധ ചിന്തയല്ല. പക്ഷേ മറ്റേ പറഞ്ഞ കന്യാസ്ത്രീ ആകുക എന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടുമാണ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണം തീർച്ചയായിട്ടും. ഈ മൈക്ക് അവിടെ കൊടുക്കുമല്ലേ? എന്നാ വന്നാൽ മതി. ഓക്കെ ഓക്കെ, അവിടെ കൊടുത്താൽ മൈക്ക് തിരിച്ചു കിട്ടത്തില്ലെന്നാണ്. ദയവായിട്ട് സമയം പാലിക്കാനായിട്ട് ശ്രമിക്കണം. 2 മിനിറ്റ് എന്നുള്ളത്. I would just like to add to this group. He accepted women, social status of women. He accepted women in his inner circle. Mary Magdalene, Joanna, Susanna, and many others. Jesus taught them meaning of scriptures. We all know the passage of Jesus' encounter with the Samaritan women in St. John chapter 4 verses 7 to 10, that women were the last at Jesus' cross and the first at his tomb. Jesus' first appearance after his resurrection was to a woman who was then commissioned by him to bear witness to the risen Jesus to his disciples. As per St. Matthew chapter 28 verses 7, the first apostolic commission to tell the good news of the resurrection was a woman, Mary Magdalene, and the other Mary. The Malankara Sabha, the Church of the Living God, should be ruled by the law, commandments, and teachings of Christ. It is our duty to follow the constitution of church and fulfill the vision of the Catholicos. Let me conclude. If you wholeheartedly accept women in all areas of our church, we can proudly say we are Christians, the real followers of Christ, and we are sons of the Malankara Sabha. Those who are against can call themselves as nominal Christians. Some of these things we follow Christ and obey our constitution, and we don't follow Christ and don't follow our constitution also. Also, let me tell you on personal note that I could take part with Sunday school very actively for the past 25 years, and only because of the support of my husband. If I had not dropped me to church on time, there wouldn't have been many shows here. I know most of your children I have put on stage. I have trained them. If you give women a chance like this, there are so many with driving license. How many are really taking part in doing the work for the church? I want women to come up. I don't want you to stay back. And I want men to encourage that, just like my husband encouraged me. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് എല്ലാ ആഴ്ചയും ഇവിടെ കൊണ്ടാക്കുവാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയാൻ കളയുവാന്നാണോ? ഇവിടെ ആക്കുക. താങ്ക് യു.